ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അന്വേഷിക്കും. കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ അവരെയും കൊണ്ട് ഞാൻ വരുമ്പോ നിന്റെ നേരെ അവര് വിരൽ ചൂണ്ടിയാണ്. അടിച്ച് പുറത്താക്കൊന്നൊന്നും ഞാൻ പറയില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. ഞാനേ ആദ്യക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. അപ്പോൾ ചെറിയൊരു ഡൗട്ട്, അതുകൊണ്ട് അയാളോട് ചോദിച്ചൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി. മോനെ ജ്യോതി കുളിക്ക. ഇറങ്ങുമ്പോ ഞാൻ അവളോട് തിരിച്ചു വിളിക്കാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. ഏയ് വേണ്ട മോനെ, ജ്യോതിയുടെ പേരിലെ 1-2 വഴിപാടുകളുണ്ട്. അത് അവള് കുളിച്ചിറങ്ങിയ, അതുകൊണ്ട് ഞങ്ങള് അമ്പലത്തിലോട്ട് പോകും. ഞാൻ ജ്യോതിയുടെ തിരിച്ചു വിളിക്കാൻ പറയാം. ആ എന്നാ ശരി ആൻറ്റി. ഇങ്ങനെ ദുരന്തം തീരാത്തൊരു കുടുംബം ഉണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ എല്ലാവരും ഒരു മനസ്സോടെ അല്ലല്ലോ നിൽക്കുന്നത്. അപ്പൊ കുത്തി നോവിക്കാൻ എളുപ്പമാണ് ആർക്കായാലും. എവിടെയാണാവോ മക്കള്? എടാ ഹരി, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിക്കുക? എടാ നീ ആ പോലീസുകാരെ വിളിച്ചു നോക്കിയായിരുന്നാ? അമ്മാവ, ഞാൻ അവരെ വിളിച്ചിരിക്കുക. ആ കുട്ടികളുടെ മിസ്സിംഗ് കുടുംബത്തിൽ നിന്ന് തന്നെയാണോ എന്ന് അവര് പ്രത്യേകം ചോദിച്ചു. അതെ അതെ മോനെ, അവർക്ക് എന്താ ചോദിക്കാൻ മേലാത്തത്? ചോദിക്കുന്നതിൽ കാര്യമില്ല. ഒരിടത്ത് കാണാതിരിക്കുന്നത് ജ്യോതിയുടെ മകൻ, അമ്മയുടെ സ്ഥാനത്ത് നിത്യ. ഈ നിത്യയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചപ്പോ ജീവന്. അതേ പോലീസ് സ്റ്റേഷനില ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അവര് എന്നോടും നിത്യയോടും ഡിമാൻഡ് ചെയ്തിരിക്കുക. നമ്മുടെ വീട്ടിലെ സ്ഥിതിയോ, ഞാൻ എന്റെ കുഞ്ഞെന്ന് പറയുമ്പോ കുഞ്ഞ് എന്റേതാണെന്ന് പറയാൻ വീണേ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോ ഒരു പോലീസുകാരന് പിന്നെ എന്താ തോന്നുക? പിന്നെ അവര് കളിയാക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും എന്താ കുഴപ്പം? എന്നാലും നീ കുഞ്ഞുങ്ങളെ കാണാത്തപ്പോഴാണ് സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ എന്തോ തോന്നുന്നത്? കുഞ്ഞുങ്ങൾ എവിടെ പോയിട്ടുണ്ടാവും? അമ്മാവാ, എനിക്കറിയില്ല. ഇന്നാളെ ആ കുഞ്ഞുങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ചെയ്തതായിരിക്കുവാടാ. എടാ ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും അവരെ... എനിക്കറിയില്ല അമ്മാവാ. ഇതിപ്പോ ജ്യോതിയുടെ കല്യാണം മുടക്കാൻ ആരോ കരുതി കൂട്ടി ചെയ്ത പോലെയാ. ഏതവസ്ഥയിൽ ആ കുടുംബം കല്യാണം നടത്തുന്നത്? അത് മുടക്കിയിട്ട് ആർക്കാ നേട്ടം? എല്ലാവർക്കും പകയാ. ഒരാൾക്ക് നല്ലത് വരുന്നത് കണ്ടുകൂടാ. അതെ, ഈ നിത്യയുടെ അവസ്ഥയെ എടാ, ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ ദൈവം ആ കൊച്ചിന് കരയാൻ മാത്രം യോഗം കൊടുത്തിരിക്കുന്നത്. നീ എന്തായാലും കുഞ്ഞുങ്ങളൊന്നും നോക്കടാ, ഒരു സമാധാനം ഇല്ല. അതാ നീ എവിടെ പോകുന്നു? എനിക്കൊന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ടായിരുന്നു. എന്താ പെട്ടെന്നൊരു അത്യാവശ്യം? എന്റെ അത്യാവശ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിന്റെ അത്യാവശ്യങ്ങളൊന്നും നീ എന്നോട് പറയണ്ട. പക്ഷേ എന്റെ അത്യാവശ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കും. ഇങ്ങോട്ട്
മാറി നിൽക്കണി. കല്യാണി എവിടെ? ആദ്യം എവിടെ? അത് എന്നോടാണോ ചോദിക്കുന്നേ? പിന്നെ ആരോടാണ് ചോദിക്കണ്ടേ? കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇതെന്തൊരു കഷ്ടമാ. എനിക്ക് എന്തിനാ കൊച്ചുങ്ങളെ? അവര് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്താ കോടികൾ കിട്ടൂ. കോടികളല്ല, ഇടി ഒരു 100 രൂപ തികച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യും. അത്രയ്ക്ക് വൃത്തികെട്ടവളാ നീ. കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റാത്തവർ കൊണ്ടു നടക്കരുത്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവര് പോയി കണ്ടുപിടിക്കണം. എനിക്ക് പോവാനുള്ളിടത്ത് പോയേ പറ്റൂ. നീ നീ ഒരിടത്തും പോവില്ല. കുഞ്ഞുങ്ങൾ ഇവിടെ തിരിച്ചെത്താതെ നീ ഈ വീടിന്റെ പുറത്തിറങ്ങില്ല. തന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ മാറി നിൽക്കണം അങ്ങോട്ട്. നീ നീ പണം ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീ പറഞ്ഞൊരു വാചകം നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിനുള്ളത് നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളെ കരയിക്കേണ്ട മാർഗം എനിക്കറിയാന്ന്. നഷ്ടങ്ങൾ വരുമ്പോ നിങ്ങൾ പഠിച്ചോളൂ എന്നൊക്കെ. അതിനു വേണ്ടി ചെയ്തല്ലേടി നീ? സത്യം പറയടി. നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ശരി, എനിക്ക് അറിയില്ല. ആദ്യമായിട്ടല്ലല്ലോ രണ്ടും കൂടെ കുരുത്തക്കേട് കാണിക്കുന്നത്. ഇവിടെ മുകളിൽ കയറി ചാവാൻ നോക്കിയിട്ടില്ലേ? അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നാട് വിട്ടു പോയിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലും കാണും കുരുത്തം കെട്ട രണ്ടെണ്ണത്തിന്. എന്നെ ചോദ്യം ചെയ്ത് വെറുതെ സമയം കളയണ്ട. എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ അവരെയും കൊണ്ട് ഞാൻ വരുമ്പോ നിന്റെ നേരെ അവര് വിരൽ ചൂണ്ടിയാണ്. അടിച്ച് പുറത്താക്കൊന്നൊന്നും ഞാൻ പറയില്ല. കൊന്നുകളെ ഇങ്ങനെ ഞാൻ. അക്കാര്യത്തില് ഒരു പരിഗണനയും ഉണ്ടാവില്ല. എങ്ങോട്ടാ പോകുന്നത്? പുറത്ത് എവിടെ നടന്നാലും അവര് നമ്മളെ കണ്ടുപിടിക്കും. കല്യാണം നടത്തുകയും ചെയ്യും. മധുര നൊമ്പരക്കാറ്റ്